ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് യൂണിറ്റ് ടെസ്റ്റ് ആണ്. 1ാം ക്ലാസ്സിൻ്റെ യൂണിറ്റ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്റർ ആയ വാക്ക് ആൻഡ് വാക്കിലത്തെ യൂണിറ്റ് ടെസ്റ്റ് ആണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. പരീക്ഷ, ക്ലാസ് ടെസ്റ്റ്, യൂണിറ്റ് ടെസ്റ്റ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെടുക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വാക്ക് ആൻഡ് വാക്ക് യൂണിറ്റ് ടെസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യം ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? ആ ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസേഴ്സ് എഴുതുക. എല്ലാ ക്വസ്റ്റ്യൻസും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ വീണ്ടും ആദ്യം മുതലുള്ള ഉത്തരങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഉത്തരങ്ങൾ എഴുതാം കേട്ടോ. അപ്പം നമുക്ക് നോക്കിയാലോ? വാക്ക് ആൻഡ് വാക്കിലെ യൂണിറ്റ് ടെസ്റ്റ്. ആദ്യ ചോദ്യം. ചോദ്യങ്ങളെല്ലാം നമ്മൾ ആക്ടിവിറ്റികളായിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൗണ്ട് ആൻഡ് റൈറ്റ്, എണ്ണി എഴുതുക. അപ്പം നോക്കൂ, ഈ ചിത്രത്തിൽ എത്ര ടോർട്ടോയ്സ് ഉണ്ട്? ടോർട്ടോയ്സ് എന്ന് പറഞ്ഞാൽ ആമ. നിങ്ങൾ ചിത്രം നോക്കിയിട്ട് എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിയിട്ട് ഈ ബോക്സിൽ എഴുതുക കേട്ടോ. അടുത്തത് ബട്ടർഫ്ലൈ, എത്ര ബട്ടർഫ്ലൈസ് ഉണ്ടെന്ന് എണ്ണി നോക്കൂ, എഴുതൂ. അടുത്തത് ഫ്രോഗ്, എത്ര ഫ്രോഗ് ഉണ്ടെന്ന് എണ്ണി നോക്കൂ, എഴുതൂ. അടുത്തത് ഈ യെല്ലോ കളർ ഫ്ലവർ, നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ എത്ര യെല്ലോ ഫ്ലവർ കാണുന്നുണ്ട് എണ്ണി നോക്കുക, എഴുതുക. അടുത്തത് ബ്ലൂ കളർ ഫ്ലവർ, എത്ര എണ്ണം ഉണ്ട് നോക്കൂ, എണ്ണുക, എഴുതുക. അടുത്തത് വയലറ്റ് ആണ് കേട്ടോ. ഈ വയലറ്റ് കളർ ഫ്ലവർ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക, കൗണ്ട് ചെയ്യുക, എഴുതുക. ഇതാണ് ആദ്യത്തെ ആക്ടിവിറ്റി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മിസ് ചെയ്യാതെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് സം ഓഫ് 9 ആണ്. അപ്പം നമുക്ക് 9, ഈ 9 കിട്ടണം. നമ്മൾ ഏതെങ്കിലും 1 to 9 വരെയുള്ള നമ്പേഴ്സ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ ഏതെങ്കിലും നമ്പർ 1 2 3 4 5 6 7 8 9 ഏത് നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക. 2 എണ്ണം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 9 ആൻസർ വരണം കേട്ടോ. അങ്ങനെ നിങ്ങൾ 3 എണ്ണം ഉണ്ടാക്കണേ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ, കൗണ്ടിങ് ആണ്. ഓരോന്നും എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ അതിനെ എണ്ണിയിട്ട് നമ്പർ എഴുതുക. ഇത് നോക്കൂ, എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കൂ, എന്നിട്ട് നമ്പർ മാത്രം എഴുതിയാൽ മതി. ഡക്ക്, ആദ്യം മഷ്റൂം, ഡക്ക്, പിന്നെ ഈ പറയുന്ന ഈ ഒരു ഔളിൻ്റെ, അതുപോലെ ബട്ടർഫ്ലൈ, ഇതാ ഇവിടെ ഒരു ടിവിയുടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എത്ര എണ്ണാന്ന് വെച്ചാൽ കൗണ്ട് ചെയ്ത് എഴുതുക കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 4 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ഇറ്റ്. അബാക്കസ് പോലെ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ 1 ഉണ്ട്. ഇവിടെ എത്ര എണ്ണമാണ്? 1 2 3 4 5 6 7 8 9 കണ്ടോ? അപ്പോൾ 1 + 9 10. അടുത്തത് ഇവിടെ 2 ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര എണ്ണം വരിക? അതിവിടെ എഴുതുക. അതേപോലെ ഈ പിക്ചറും കംപ്ലീറ്റ് ചെയ്യണം. ഈ ബോക്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് എഴുതുക. അടുത്തത് മാച്ച് ദി സെയിം നമ്പേഴ്സ് ആണ്. ഇവിടെ 7 + 1 വരുമ്പോൾ 8 വരും. അതേപോലെ ഇവിടെ 8 വരുന്നത് ഏത് ചെയ്യുമ്പോഴാണ് നോക്കുക, എന്നിട്ട് അത് തമ്മിൽ മാച്ച് ചെയ്യാം. 6 + 3 4 + 6 5 + 1 3 + 2. ആദ്യം ഇതിൻ്റെ ഒക്കെ ആൻസർ എഴുതുക. ഇതിൻ്റെ ഒക്കെ ആൻസർ എഴുതുക, എന്നിട്ട് ഒരേ നമ്പറുകൾ തമ്മിൽ മാച്ച് ചെയ്യുക. അടുത്തത് റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ഓർഡർ ആണ്. എല്ലാ ഓർഡറിൽ എടുത്തെഴുതണം. ഓർഡർ പറഞ്ഞാൽ 1 2 3 4 5 6 അങ്ങനെ നിങ്ങൾ ആദ്യം 1 പിന്നെ 2 എന്ന് പറഞ്ഞിട്ട് ഓർഡറിൽ താഴെ തന്നിരിക്കുന്ന ബോക്സിൽ എടുത്തെഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ആക്ടിവിറ്റീസ്. ഇനി നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെ ഉത്തരങ്ങൾ നോക്കണ്ടേ? ചോദ്യങ്ങളെല്ലാം നോക്കി മനസ്സിലാക്കി എല്ലാവരും ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്കിതിൻ്റെയൊക്കെ ഉത്തരം ഒന്ന് നോക്കാം കേട്ടോ. ആദ്യം ആക്ടിവിറ്റി 1 നമ്മൾ എന്താ പറഞ്ഞത്? കൗണ്ട് ആൻഡ് റൈറ്റ്, എണ്ണി എഴുതണം അല്ലേ? ആദ്യം തന്നിരിക്കുന്ന ഈ ആമ, ടോർട്ടോയ്സ്, ഇതിൽ എത്ര എണ്ണാണുള്ളത്? 1. ബട്ടർഫ്ലൈയോ? 1 2 3 4 4. അപ്പോൾ ബോക്സിൽ 4. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഈ ചിത്രം വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾ ഒരു ബുക്കിൽ എഴുതിയാൽ മതി ടോർട്ടോയ്സ്, അതുപോലെ ഇത് എത്ര എണ്ണം, നമ്പർ മാത്രം ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അടുത്തത് ഫ്രോഗ് എത്ര എണ്ണമാണ്? 2.
യെല്ലോ ഫ്ലവർ എത്രയാ? 1 2 3 4. ഇവിടെ ഒരു യെല്ലോ ഉണ്ട് കേട്ടോ. 5 6. ഇവിടെ ഒരെണ്ണുണ്ട് 7. അപ്പം മൊത്തം 7 ആണ്. അടുത്തത് ഈ ബ്ലൂ ഫ്ലവർ 1 2 3. അടുത്തത് വയലറ്റ് ഫ്ലവർ എത്ര ഉണ്ട്? ഈ കളർ തന്നെ വേണേ. 1 2. ഇതും എഴുതാം നമുക്ക് 3. കഴിഞ്ഞില്ലേ? അപ്പോൾ ഈ ആക്ടിവിറ്റി ഇതേപോലെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടിക്ക് ചെയ്ത് വെക്കുക. അടുത്തത് നമുക്ക് 9 കിട്ടണം അല്ലേ? 1 + 8 9 ആണ്. 2 + 7 9 ആണ്. അടുത്തത് 3 + 5 9 ആണ്. സോറി 4 + 5 9 ആണ്. പിന്നെയോ 6 + 3 9 ആണ്. കണ്ടോ? ഇതുപോലെ എഴുതുക കേട്ടോ. അടുത്തത് കൗണ്ട് ചെയ്ത് എഴുതാനാണ്. 1 2 3 4 5. അപ്പോൾ 5 എഴുതുക. 1 2 3 4. ഈ ബോക്സിൽ 4 എഴുതുക. 1 2 3. ഈ ബോക്സിൽ 3 എഴുതുക. 1 2 3 4 5 6 7. 7 എഴുതുക. 1 2 3 4 5 6 7 8 9 10. കണ്ടോ? ഇത്ര എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ ശരിയാണ്. നെക്സ്റ്റ് വരുന്നത് നമുക്കിത് ഫില്ല് ചെയ്യാനാണ് കേട്ടോ. ഇത് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 1ഉം 9ഉം ആണെങ്കിൽ ഇവിടെ 2ഉം 8ഉം ആണ്. 1 2 3 4 5 6 7 8. അപ്പോൾ ഇവിടെ 8 കേട്ടോ. അടുത്തത് നമ്മൾ ഇവിടെ 3 ബബിൾസ് വരയ്ക്കുക. കണ്ടോ? ഇനി ഇപ്പുറത്ത് ഞാൻ കളർ മാറ്റി വരച്ചു തരാം. ഒരേ കളറിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇപ്പം ഇപ്പുറത്ത് എന്താ വരേണ്ടത്? 7 ഇവിടെ വരണം. 3 4 5 6 7. കണ്ടോ? അപ്പം ഇവിടെ 3 + 7. ആൻസർ 10 ആണ്. അടുത്തത് ഇവിടെ 4 വരണം കേട്ടോ. നമുക്ക് അടുത്ത കളർ എടുത്ത് വരയ്ക്കാം. 1 2 3 4. 4 പ്ലസ് ഇപ്പുറത്ത് എന്താ വരിക? വേറെ കളറിൽ കാണിച്ചു തരാം. ഇവിടെ 4 ആണെങ്കിൽ അപ്പുറത്ത് വരേണ്ടത് 6 ആണ്. 1 2 3 4 5 6. കണ്ടോ? അപ്പോൾ ആൻസർ 10 ആണ്. അടുത്തത് വരയ്ക്കാം. ഇനി 5 ആണ് വരിക. 1 2 3 4 5. ഇനി ഒരു 5 കൂടെ വരയ്ക്കണേ. 1 2 3 4 5. 5 + 5 10 വരും. ഇനി ഇവിടെ 6 വരിക. 1 2 3 4 5 6. അപ്പുറത്ത് എന്ത് വരും? 4. 1 2 3 4. അപ്പം നമുക്ക് 6 + 4 എഴുതുക. 10 വരെ. അടുത്തത് നമുക്ക് ഈ സൈഡിൽ 7 വരണം. 1 2 3 4 5 6 7. അപ്പോൾ അപ്പുറത്ത് നമുക്ക് 3 എണ്ണം കാണിച്ചാൽ മതി. 1 2 3. 7 + 3 എന്ത് വരും? 10. ഇനി നമുക്ക് 8 ആണ് കാണിക്കേണ്ടത്. അടുത്തത് 1 2 3 4 5 6 7 8. അപ്പം നമ്മൾ അടുത്തത് എന്ത് കാണിക്കണം? 2 കാട്ടിയാൽ മതി. അപ്പോൾ 8 + 2 10 തന്നെയാണ് വരിക. ഇനി നമുക്ക് ഇപ്പുറത്ത് 9 കാണിക്കേണ്ടത്. 1 2 3 4 5 6 7 8 9. ഇവിടെ 9 ആകുമ്പോൾ നമ്മൾ അടുത്തത് ഇവിടെ 1 കാണിച്ചാൽ മതി. 9 + 1 10. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് വരിക കേട്ടോ.
നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ വരും. ലാസ്റ്റ് 10 വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാം. 10 + 0 0. അപ്പം ഇത്രയാണ് ആൻസർ വരിക. നെക്സ്റ്റ് മാച്ച് ചെയ്യാനാണ്. 7 + 1 8, 6 + 3 എന്ത് വരും? 9, 6 + 4 10, 5 + 1 6, 3 + 2 5. ഇതേ നമ്പറുകൾ ഇപ്പുറത്ത് നമ്മൾ ആദ്യം നോക്കുക. 4 + 1 5, 5 + 3 8, 8 + 1 9, 7 + 3 10, 5 + 1 6. ഇനി നിങ്ങൾ നോക്കൂ, ആദ്യത്തെ 8 ഇവിടെ വരുന്നത് എവിടെയാ? അതാ ഇവിടേക്ക് മാച്ച് ചെയ്യുക. 6 + 3 9ലേക്ക് ഇതിലേക്ക് മാച്ച് ചെയ്യുക. 10 ഇതിലേക്ക് മാച്ച് ചെയ്യുക. ഇതിലേക്ക് മാച്ച് ചെയ്യുക. കണ്ടോ, ഈസിയാണ്. അടുത്തത് ഓർഡറിൽ എഴുതാനല്ലേ? നിങ്ങൾക്ക് 1 2 3 അറിയാലോ. 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇത്രയും എഴുതിയാൽ നിങ്ങൾ ഈ പരീക്ഷ പാസ്സായി. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ആക്ടിവിറ്റീസ്. ഇപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എത്ര ആക്ടിവിറ്റി നിങ്ങളുടെ ശരിയായി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ തുടർന്ന് വാച്ച് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്തോളൂ. തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.